അതെ അരുൺ, ഇവിടെ വീടില്ല, കല്ലുകൾ മാത്രമാണ്. വലിയ പാറക്കല്ലുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. വീടുള്ള ഒരു സ്ഥലം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇവിടെ എത്തി ഇനിയിപ്പോൾ ഇവർക്ക് തിരയേണ്ടി വരും അരുൺ. ഇത്ര കാലം താമസിച്ച ആ വീട് എവിടെയായിരുന്നു എന്ന് ഇവർക്ക് തിരയേണ്ടി വരും. ഇതാണ് അവരുടെ വീട് നിന്നിരുന്ന സ്ഥലം. അവിടെ കൂറ്റൻ പാറക്കല്ലുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. ഇവയുടെ എവിടെയാണ് ആ കാറ് കിടക്കുന്നതാണോ? ആ കാറ് കിടക്കണല്ലോ. ആ കാറ് കിടക്കണാണോ നിൻ്റെ വീട്? ആ ഒഴുകി വന്ന് നിൽക്കണ കാറ് കിടക്കണാണോ നിൻ്റെ വീട്? മനസ്സിലാകുന്നില്ല അരുൺ ഇവർക്ക്. അവിടെയല്ല, ആ ഒരു പണി തീർന്നുകൊണ്ടിരിക്കുന്ന വീട്, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് എൻ്റെ വീടുണ്ടായിരുന്നത്. അത് ആ വൈറ്റ് അടിച്ചിട്ടുള്ള അതിൻ്റെ തൊട്ട അടുത്ത വീടാണ്. 2 വീടിൻ്റെ അടുത്തായിട്ട് ഇവിടെയൊക്കെ വീടായിരുന്നു. ഇവിടെ ഇല്ല, ഇവിടെ ഈ ഇങ്ങനെയുള്ള വീട്, പിന്നെ ബാക്കിയൊക്കെ മുകളിലേക്കാണ് വീടുകൾ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലേക്കില്ല. ഇതിപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈസ്കൂൾ റോഡ് എന്ന് പറയും. ആ റോഡാണിത്. റോഡുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റോഡാണ്. ഈ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് കണ്ടമാനം കുടുംബങ്ങൾ തിങ്ങി പാർത്തുകൊണ്ടിരുന്നത്. ആരുടെ വീടാണ് ഇത്? CK വിജയൻ സൂപ്പർവൈസർ എന്ന് പറയും. പഴയ HML കമ്പനിയിലെ ഒരു സൂപ്പർവൈസറായിരുന്നു അത്. ഇതിൻ്റെ മുന്നിൽ വീടുണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നിൽ വീടില്ല. ഇത് റോഡാണ്. ഈ കാണുന്നത് റോഡാണ്. ഇതിപ്പോൾ ആ ഗേറ്റൊക്കെ കാണുന്നത് റോഡിൻ്റെ കറക്റ്റ് ചേർന്നുകൊണ്ടുള്ള വേലിയാണത്, ഗേറ്റ്. പിന്നെ അതിൻ്റെ മുകളിലേക്കൊക്കെയാണ് വീടുകൾ. ഏറ്റവും കൂടുതൽ വീട് ഉണ്ടായിരുന്നത് ഈ ഭാഗത്തായിട്ടാണ്, ഈ റോഡിൻ്റെ താഴെ ഭാഗത്തായിട്ട്. മുഴുവൻ കല്ലാണ്. ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ എന്താ പറയുക, മനസ്സ് അതല്ല, ചങ്ക് പടയാണ്. ഈ ഒരു കാഴ്ച കാണാൻ വരണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവാണ് സത്യത്തിൽ. ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? അതെ അതെ. പറ്റുമായിരുന്നില്ല അല്ലേ ഈ കാഴ്ച കാണാൻ? ഇല്ല, പറ്റുമായിരുന്നില്ല. കാരണം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വൈഫിൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ മിസ്സിങ് ആണ്. അപ്പോൾ അവരെ ബോഡി കൊണ്ടുവരുന്നതൊക്കെ ഇവിടെ നിന്നാണെങ്കിലും ചാലിയാറിൽ നിന്നാണെങ്കിലും കൊണ്ടുവന്നതൊക്കെ അവിടെ ഹൈസ്കൂളിൻ്റെ അവിടെയാണ് കൊണ്ടുവന്ന് വെച്ചിരുന്നത്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനായിരുന്നു ഇവരായിട്ട് കൂടുതൽ ഏറ്റവും അടുത്ത് പഴകിയിരുന്നവരെ വൈഫിൻ്റെ കുടുംബമായിട്ട്. അപ്പം ഞാനാണ് അതിനൊക്കെ ഓടി നടന്നിരുന്നത്. അതുകൊണ്ട് ഇവിടേക്ക് വരണം എന്നൊക്കെ ആഗ്രഹം, വന്ന് കാണണം, എന്താണ് സ്ഥിതി എന്നുള്ളതൊക്കെ ഒന്ന് വന്ന് കാണണം എന്ന് ഉണ്ടായിരുന്നു. കാരണം എത്തിയല്ലേ ഇവിടെയാണല്ലേ? അതെ അതെ. അത് എൻ്റെ ഭാര്യയുടെ ഒരു വീടാണ്. ആ ഒരു തെങ്ങ് നിൽക്കുന്നില്ലേ, ആ തെങ്ങ് കാണുന്നത് എൻ്റെ ഭാര്യൻ്റെ തറവാടാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് എൻ്റെ ഉണ്ടായിരുന്നത്. ഈ വെള്ള പെയിൻ്റ് അടിച്ച വീടിൻ്റെ മുകളിലോ താഴെ? മുകളിലായിട്ട്. ഇത് നമ്മുടെ ഉണ്ണി, രമ്യ എന്ന് പറയാം. അവരെ രക്ഷപ്പെട്ടായിരുന്നു ഇവരിൽ? അവരിവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ അവർ എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, ഒരു 5 സെൻറ്റ് സ്ഥലം, അതിലൊക്കെ ഒരു വീട് എന്ന് പറയുന്നതൊക്കെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. ആ സ്വപ്നം എന്താ പറയുക, അവർക്ക് നിറവേറ്റാൻ കഴിഞ്ഞ് ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അത് കാണുമ്പോൾ എന്താ പറയുക, വലിയൊരു സങ്കടമാണ് അതൊക്കെ, ആ കാഴ്ച കാണുമ്പോൾ. ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ ഇതിൻ്റെ മുകളിൽ ആ ഗ്യാസ് കുറ്റിയിരിക്കണതിൻ്റെ തൊട്ടു കാണുന്നുണ്ട് സാറേ. ഇത് ഒരു ഗ്രേ കളർ കാണുന്ന ആ ഗ്രേ കളർ കാണുന്നതായിട്ടാണ്. ഇതാ സാറേ, ആ ഇതായി നിൽക്കുന്ന ഈ അത് തന്നെ സാറേ എൻ്റെ വീട്.
Halo.